ഹലോ. ഇപ്പോൾ നമ്മളൊരു യാത്ര പോവാണ് വയനാട്ടിലോട്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 2 ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ജൂലൈ 10-ാം തീയതി. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ പോളിലിപ്പെന്ന് പറയും, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ്. പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, "ഓ, നമുക്ക് വയനാട് ട്രിപ്പ് ഓടിക്കാമെന്ന് പറഞ്ഞു." കയറി എല്ലാ ട്രെയിനും പോയി. വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി മെട്രോയൊക്കെ പിടിച്ച് ആലുവയിലെത്തിയപ്പോൾ ട്രെയിൻ പോയി. അത് കഴിഞ്ഞിട്ട് കിട്ടിയത് KSRTC. പിന്നെ അവിടെ നിന്ന് നേരെ 12 മണിയായപ്പോൾ ഹോട്ടലിൽ പിടിച്ചോണ്ട് വീട്ടിലോട്ട് എത്തി. അത് കഴിഞ്ഞ് യാത്ര തുടങ്ങി. ഇതാടെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ടീംസ്. വല്യപ്പൻ്റെ മക്കളാ. പറഞ്ഞ അമ്മു, പറഞ്ഞാലൻ കൊമ്പെന്ന് വിളിക്കും, മനുവെന്ന് വിളിക്കും, കൊമ്പെന്ന് വിളിക്കും, അമ്മൂന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി വയനാട് ഏകദേശം ചുരമൊക്കെ കയറാൻ തുടങ്ങി. ചുരം കയറി ദേ എയർപിനൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉപ്പാടിളകി. കാരണം വെച്ച് കഴിഞ്ഞാൽ യാത്രയാണേ 7 സീറ്റർ ഇതിൻ്റെ ബാക്കിലായിരിക്കുന്നത്. യാത്ര തുടങ്ങി ഏകദേശം ഫുഡ് അടിക്കാറായി. ഉച്ചയായപ്പോൾ അതിൻ്റെ ചുരമൊക്കെ കയറി ദേ ഒറ്റ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇവളെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, വെള്ളം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇരിക്കുന്ന ഇവൻ അവസാനം അവരെന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും എന്താണ് പറയാൻ പോകുന്നില്ല. അവസാനം 4 CB ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ദൈവമുള്ള ഒരു എക്സസൈസ്. അത് കഴിഞ്ഞ് വണ്ടി എടുക്കാനുള്ള പുള്ളിയുടെ അവസ്ഥ അതാക്കിയില്ല കേട്ടോ. പറഞ്ഞാൽ ഇനി അപ്പനും മോനുള്ള കോമ്പോ നടക്കുന്ന കേട്ടോ. ഇതാണ് ബാണാസുര ഡാം. ഈ ബാണാസുര ഡാം ഇപ്പോൾ കെട്ടിയതൊക്കെ ഒന്ന് മണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അവസാനം ഞാനൊന്ന് സെൽഫ് വ്ലോഗ് എടുക്കാൻ നോക്കി. അവസാനം വീട്ടിൽ ഇത് ബാക്ക് ചെയ്യാൻ വിളിച്ച് പറഞ്ഞാൽ എന്നെ കൂട്ടി എടുക്കണം. എൻ്റെ നെറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഞാൻ നടന്നപ്പോൾ എൻ്റെ ചാണകവും പറ്റി. സന്തോഷമായി. നെറ്റ് വന്നു, തലയിലിട്ട് ചൊറിയുന്നു. അവസാനം 2 കാലിട്ട് നടന്നു. പുള്ളി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഐതിഹ്യമാണ്. പിന്നെന്താ കൈ കൊണ്ട് അനുസരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണ്ടേ തൊട്ടുള്ള ഒരു ശത്രുവാണ്. കാരണം ഞങ്ങൾ 3 പേര് എൻ്റെ മുമ്പിൽ നടക്കുന്ന 2 പേരുണ്ട്. ഏകദേശം എൻ്റെ അത്ര തടി കണ്ടിട്ടില്ലെങ്കിൽ കയറാൻ ചെക്കൗട്ട് ചെയ്യാൻ നല്ലോണം ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 85 കിലോയാണ്. ഇപ്പോൾ നടന്ന് ക്ഷീണിച്ച് ഏറ്റവും മുകളിലെത്തി. ബാണാസുര ഡാം കണ്ടു, അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടു. ഏകദേശം കൊള്ളാം. കാരണം വെച്ചാൽ ഞങ്ങൾ ചെന്ന സമയം ഉച്ചയാണെന്നുണ്ടെങ്കിലും നല്ല ഇതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് നല്ലോണമായിരുന്നു. നല്ല മഴക്കോളൊക്കെ കഴിഞ്ഞ് ഏകദേശം നല്ല തണുത്ത കാറ്റും. പിന്നെ ബോട്ടിങ്. ബോട്ടിങ്ങിന് പൈസ കൊടുക്കണം, നല്ല പൈസയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും. ഇത് എൻ്റെ അപ്പൻ, അതെൻ്റെ അമ്മ നടന്നു വരുന്നു. ഇത് ഇപ്പോൾ വയനാട് എത്തിയിട്ട് മുകളിൽ മുട്ടക്കുന്നും സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിരിക്കുന്നു. എന്തോ പണി തീരാത്ത പരിപാടിയാണ്. പിന്നെന്താ, ഇത് ഹയസ്റ്റ് ജയന്റ് സ്വിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്താണെന്നാണ്. പക്ഷേ ഇതേ സാധനം തന്നെ 3 എണ്ണം വേറെ. അതുകൊണ്ട് എനിക്കിതിൽ വിശ്വാസമില്ല. വീണ്ടും അവനെടുക്കാതെ കയറിയിട്ട് അവൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ വീഴ്ച ഇവിടെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ആ ചേച്ചി പോയത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അപ്പനെ പറഞ്ഞു വിട്ടാലോ എന്ന്. എന്നിട്ട് ആ മുമ്പിലിരിക്കുന്ന റോഡ് കൂടി ഉരുകളയാ അങ്ങ് പൊക്കോട്ടെ പുള്ളിക്ക്. അപ്പോൾ പറഞ്ഞോ. അത് കഴിഞ്ഞ് വൈകുന്നേരമായി. ഞങ്ങൾ നിൽക്കുന്ന കോട്ടേജിലെത്തിയിട്ട് അത്യാവശ്യം കൊള്ളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എത്തിയോണ്ട് നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ സംഭവമൊക്കെ കൊള്ളാം. ഉള്ളിലൊക്കെ ഭയങ്കര സ്പേസ് ഉണ്ട്, നല്ല കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഫുഡടിയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കുപ്പിയും കാണാം. അപ്പോൾ ഓൾറെഡി പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും എന്താ പറയുക, ചെറുതായിട്ട് തണുപ്പൊക്കെയല്ല, ചൂടാക്കാലോ. എന്നോട് ചോദിക്കുന്നത് ഫുഡ് വേണോ എന്നാണ്. അതുകൊണ്ട് ഫുഡ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. നല്ല തട്ട് തട്ടണം. ഇത് ബാൽക്കണി അവിടെ കൊള്ളാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കുറച്ചുകൂടി വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇതാ കേട്ടോ. ഇതാണ് ഇവിടുത്തെ പാലക്കാടിൻ്റെ അവസ്ഥ. സൂപ്പറല്ലേ? നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല വൈബൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫ്രഷ് വേവ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അത്യാവശ്യം നല്ല സ്പേസും ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ തന്നെയാണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിയൊരു മലയണ്ണാൻ ഓടിപ്പോകുന്നത് കാണാം. കണ്ടു. ഇത് ഞാൻ ഇങ്ങനത്തെ ഒച്ചനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഫോട്ടോ കോട ഇറങ്ങുന്നത് ഞാൻ എണീറ്റപ്പം ഏകദേശം 6:30 7 മണി ആ സമയമൊക്കെ. കുറച്ചുകൂടി നേരത്തെ കോട കണ്ടായിരുന്നു.
ഇത് ഞാൻ പറയണ്ടല്ലോ, എൻ്റെ പട്ടി ഷോ എന്തായാലും ഈ വീഡിയോയിൽ കാണും, അതുകൊണ്ട് അതൊന്ന് സഹിക്കുക. ഇരിക്കുക, വിദൂരത്തിലോട്ട് നോക്കുക, കുറച്ച് നേരം കുത്തിരിക്കുക. കുണ്ടിയാരെടുക്കുമ്പോൾ ഞാൻ നീറ്റ് പോകും. ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡ് സൈഡിലുണ്ടായിരുന്ന ഒരു വഴിയാണ്. ഇത് ചെന്നെത്തുന്നത് ഒരു അരുവിയുണ്ട്. ബേസിക്കലി ഒരു അരുവിയുടെ ചുറ്റും കോട്ടേജുകൾ പണിതേക്കാണ്. എന്നിട്ട് അതിൽ നിന്നുള്ള എല്ലാ വഴിയും ഇതിലോട്ടാണ് ചെന്നെത്തുന്നത്. അപ്പോൾ ഈ വഴി നടന്നു പോയി കഴിഞ്ഞാൽ സൂക്ഷിച്ചില്ലെങ്കിൽ അട്ടകടിക്കും. അട്ടക്കടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ചെറുതാണ്, നൂലട്ടയാണ്. ജീപ്പ് പോണ വഴിയാണ്, പക്ഷേ എനിക്കറിയില്ല. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഇതിനെ കുറിച്ചിട്ടൊന്നും. പക്ഷെ കൊള്ളാം. ഇത് സൂചിപ്പാറയുടെ അടുത്തൊക്കെ ഈ സ്ഥലം പറഞ്ഞു. ഇത് ചെന്നെത്തുന്ന ഒരു അരുവിയുടെ സൈഡാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കാണാം. നല്ലൊരു വൈബായിട്ടുള്ളൊരു അരുവിയാണ്. അല്ലേ, ഈ നടന്നു കയറി ചെല്ലുന്നത് അതിലോട്ടാണ്. ഇത് കാണാൻ കൊള്ളാമെന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല സ്പോട്ടാണ്. ഇതാണ് ഒഴുകി വരുന്ന, അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല ഒഴുക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ആ കാണുന്ന വെള്ളത്തിലൊക്കെ ഏകദേശം ഇറങ്ങാം, പക്ഷേ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. അപ്പോൾ ഞാനും കാലം തെറ്റി പോയി കഴിഞ്ഞാൽ പോയതാണ്. ഇത് വേണ്ട ഒഴുക്കാണ്. അതിന് ഒഴുക്കിൻ്റെ കടലും കാണിച്ചാൽ അതാണ് ആ നടുവിലൊക്കെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഏകദേശം കൊള്ളാം. ഇത് ഞങ്ങൾ വന്ന വണ്ടി XUV 700. നമ്മുടെ 2 പുത്രന്മാരെ കണ്ടില്ലേ നേരത്തെ, അവരെ ഓടിച്ച് ഇതാണ്. കൊള്ളാം. ഞാൻ ബാക്കിലിരിക്കുന്ന ഏറ്റവും ഇത് കണ്ടില്ലേ, അതാണ് ഇത് കോഴിക്കോട് ബേപ്പൂർ ബീച്ച്. ഇത് കായലും കടലും കൂടി ഒരുമിക്കുന്നൊരു സമ്പ്രദായം ഇവിടെയുണ്ട്. അത് കുറച്ചേയും വേണം, എന്നാലും ഇതാ ഗോട്ട് പരിപാടിയാണ്. എന്താ നീ നടത്തു പോകുന്നത് ഇതാണ്ടേ, അതാണ് കോഴിക്കോട് ബീച്ച് ബേപ്പൂര്. നടത്തു പോകുന്ന ഇപ്പം വല്യപ്പൻ, അമ്മ, വല്യമ്മ എല്ലാവരും ഉണ്ട്. അതവിടെ ഒറ്റയ്ക്ക് നടന്നു. ആ നീല വരട്ടത് ഈ സ്ഥലത്താ പോകും ചെന്നത്ര. അവിടേക്കാണ് ഞങ്ങളുടെ ഈ ലക്ഷ്യം. അപ്പോൾ ഇനി ഉപ്പിലിട്ടത് കുറയാണ്. കണ്ടിട്ട് പുതിയായിട്ട് വയ്യ, അതുകൊണ്ട് വീഡിയോ എടുത്ത്. കഴിക്കാൻ മൂടുണ്ടായിരുന്നില്ല, എന്നാലും സെറ്റ് കടലും എല്ലാ പരിപാടിയും. വീണ്ടും എൻ്റെ പട്ടി ഷോ. വീണ്ടും ഞാൻ നടന്നു പോകുന്നു. കൊള്ളാല്ലേ, എടുത്തത് കൊമ്പന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രചേട്ടന്മാർ ചൂണ്ടിടുന്നു, മീൻ പിടിക്കുന്നു, കിട്ടുന്നുണ്ട്. ഈ എന്താ പറയുക, ചെമ്മീനൊക്കെ ഞങ്ങൾക്ക് ഏതാണ്ടൊരു അറ്റത്തെ ഒരു പ്രതീക്ഷയായിരുന്നു. നമുക്ക് ഭൂമിയുടെ അറ്റത്തെ പോലെ ഒക്കെ കടലിലോട്ട് ചെക്കേറി പോകുന്ന ഒരു ബോട്ട്. ഇത് ചെന്ന് കയറാൻ മീൻ പിടിക്കാൻ പോകുന്നതാണ് വിചാരിക്കുന്നു. എനിക്ക് വലിയ ഇതിനെ കുറിച്ചൊന്നും ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ടാണ് അടുത്ത് കുറേ പിള്ളേരൊക്കെ നൈസായിട്ട് 5 മണിക്കാകുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ആക്റ്റീവാണ് അവിടെ. സെക്കൻഡ് ആയി സെക്ടർ. ഇപ്പോൾ ഇനി തിരിച്ചു പോവാണ്. ഇപ്പോൾ വയനാടും കോഴിക്കോടും പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു കാഴ്ച കിട്ടി. പിള്ളേർ മൂട്ടിലൊന്നും ഫുട്ബോൾ കളിക്കും തുറന്നു കൊടുത്തിട്ടില്ല, പണി നടക്കാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു മഴ കിട്ടി. അപ്പോൾ ഒരു 5 മണി വരെ ചായ കുടിച്ചു, സിനിമാറ്റിക് ഷോട്ട് പിടിച്ചാണ് കൊള്ളാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി യാത്രയാണ് വീട്ടിലോട്ട്.
ഇതെൻ്റെ ആദ്യത്തെ സെൽഫ് വോയിസ് വ്ളോഗാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.